നമസ്തേ. നമ്മളിന്ന് ആഴ്ചഫലമാണ് ജൂലൈ 2 മുതൽ 9-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലം. ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് ഈ ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയത്ത് ധനപരമായിട്ടൊക്കെ ഗുണമുള്ള സമയമാണ്. തീർത്ഥാടന യോഗം ഒക്കെ ഉള്ള സമയമാണ്. ധൈര്യം എന്നിവയൊക്കെ വർദ്ധിക്കും. കർമ്മരംഗത്ത് കഠിന അധ്വാനങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാകും. ആരോഗ്യപരമായിട്ടൊക്കെ ആശുപത്രിവാസമൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ്, ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ നിമിത്തം മാനസിക സമ്മർദ്ദങ്ങൾക്ക്, ധനച്ചിലവുകൾക്ക് ഒക്കെ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അമിതമായ ആത്മവിശ്വാസം കൂടുന്ന ഒരു ആഴ്ചയാണ്. അത് പ്രകടിപ്പിക്കാതിരിക്കുക, അത് അപകടങ്ങൾ വരുത്തും, അത് ഒഴിവാക്കുക. തീർത്ഥാടനങ്ങൾ, യാത്രകൾ എന്നിവയൊക്കെ നടത്തുമ്പോൾ അതിലേക്കൊരു വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. പിന്നെ ഇടവക്കൂറുകാരുടെ ഒരാഴ്ചത്തെ, അതായത് ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയത്തെ ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ്. വ്യാഴം ലഗ്നത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അകാരണമായിട്ട് ഒരു മനോവ്യസനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വ്യാഴം ലഗ്നത്തിൽ സഞ്ചരിക്കുന്ന സമയം. മറ്റുള്ളവരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്നത് നിമിത്തം, അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കി വയ്ക്കുന്ന ചില കാര്യങ്ങൾ നിമിത്തമോ ഒക്കെ ധനനഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരാഴ്ചയാണ്. 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. അത് സ്വക്ഷേത്ര ബലവാനാണ് എങ്കിലും 10-ാം ഭാവത്തിലെ ശനി ചില കർമ്മ ദുരിതങ്ങൾ നൽകും. പിന്നെ കർമ്മരംഗത്ത് ചില സ്ഥാനഭ്രംശങ്ങൾക്കും ഒക്കെ 10-ാം ഭാവത്തിലെ ശനി ഇട നൽകും. ഇനി അടുത്തത് മിഥുനക്കൂറുകാരുടെ ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയത്തെ കാര്യങ്ങൾ. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. 12-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. അപ്പോഴും ഒരു ദൈവാധീനക്കുറവ് ഉള്ള സമയമാണ്. അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദൂരസഞ്ചാരങ്ങൾ 12-ലെ വ്യാഴം നൽകും. മറ്റുള്ളവരുടെ ദേഹോപദ്രവങ്ങൾ ഏൽക്കുന്നത്, ഇതൊക്കെ 12-ലെ വ്യാഴം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ശുക്രൻ, ചാരവശാലുള്ള ശുക്രൻ്റെ സഞ്ചാരം ഭക്ഷണസുഖം, കുടുംബസുഖമൊക്കെ നൽകും. എങ്കിലും 4-ാം ഭാവത്തിൽ കേതുവാണെന്ന് ഓർക്കുക. സ്വജനങ്ങളുമായുള്ള കലഹങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ കുടുംബത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വാക്കും പ്രവൃത്തിയൊക്കെ, അല്ലെങ്കിൽ മിത്രങ്ങളുടെ ഇടയിലൊക്കെ വാക്കും പ്രവൃത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. പിന്നെ കൂട്ടുകെട്ട്, അനാവശ്യ കൂട്ടുകെട്ട് മൂലമുള്ള മാനഹാനിക്ക്, ധനനഷ്ടത്തിന് ഒക്കെ സാധ്യതയുള്ള സമയമായതിനാൽ കൂട്ടുകെട്ടും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി അടുത്ത കർക്കിടക്കൂറുകാരുടെ ഈ ഒരാഴ്ചത്തെ ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയത്തെ പുണർത്തം അവസാന കാൽഭാഗം, പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. ധനപരമായിട്ട് ഗുണമുള്ള സമയമാണ്. കർമ്മഗുണമൊക്കെ ഉണ്ട്. വസ്ത്രം, ആഭരണം ഇതൊക്കെ ലഭിക്കാവുന്ന സമയം. ഒരു വ്യക്തിത്വ വികസനം ഉണ്ടാകും. കാര്യങ്ങളിലൊക്കെ ഒരു വിജയം ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ശത്രുക്കളുടെ ഉപദ്രവവും ഉണ്ടാകും. സ്വജനങ്ങളുമായിട്ട് കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ സ്ഥാനഭ്രംശങ്ങൾക്ക് കാരണമാക്കും. എങ്കിലും ധന ലാഭമൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് മനസ്സുഖം കുറയ്ക്കാം. മറ്റുള്ളവരുടെ ഇടപെടലുകൾ കർമ്മരംഗത്തായാലും എവിടെയായാലും നമ്മുടെ മനസ്വസ്ഥത കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. അതും ശ്രദ്ധിക്കുക. എങ്കിലും ധനവരവൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടിയാണ്. പിതൃസംബന്ധമായിട്ട് അല്ലെങ്കിൽ പിതൃക്ലേശങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ഇനി അടുത്തത് ചിങ്ങക്കൂറുകാരുടെ ഈ ഒരാഴ്ചത്തെ ഫലം. ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയം. ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ്. ഉറ്റവരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മിത്രങ്ങളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കാം. വീട്ടിലേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങാം. വീടിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്ന സമയമാണ് അടുത്ത ഒരാഴ്ച. തൊഴിൽ സംബന്ധമായിട്ട് ഒരു ഈശ്വരാധീനമൊക്കെ ഉണ്ടാകും. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചിങ്ങക്കൂറുകാർ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറെന്ന് ഞാൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്നുപെട്ട് അപവാദം കേൾക്കാനും അനാവശ്യമായ ധനനഷ്ടത്തിനും
അവരുടെ വാക്കൊക്കെ കേട്ടിട്ട് അനാവശ്യമായ ധനനഷ്ടത്തിനും സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യരംഗത്തൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുക. 9-ാം ഭാവത്തിൽ കുജനാണ്. അപ്പോൾ ഭൂമി ലാഭമൊക്കെ ഉണ്ടാവും. 8-ലെ രാഹുവാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം വീട്ടിലെ ഫുഡ് തന്നെയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക. വിഷാംശങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യകാര്യത്തിൽ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ് അഷ്ടമത്തിലെ രാഹു. അങ്ങനെയൊക്കെ ഉണ്ടായി എപ്പോഴും മനസ്വസ്ഥത കുറയ്ക്കാവുന്ന ഒരു സാഹചര്യം അഷ്ടമത്തിലെ രാഹു നൽകിക്കൊണ്ടിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മുന്നോട്ട് പോകുക. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്നപ്പെട്ട് അപമാനം ഉണ്ടാക്കാതിരിക്കുക. ധനനഷ്ടം ഉണ്ടാക്കാതിരിക്കുക. ഇനി കന്യാക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്യാക്കൂറ്. അവർക്ക് രോഗാരിഷ്ടതകൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകുന്ന സമയമാണ്. ഇവർക്കും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ കൂടി മാനഹാനിയൊക്കെ വരാം. അപവാദങ്ങളൊക്കെ കേൾക്കാം. കുടുംബജീവിതത്തിലെ ഒരു പിടിവാശിയൊക്കെ കുറയ്ക്കണം. എങ്കിൽ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാതെ ഒക്കെ ശ്രമിക്കുക. അപ്പോൾ ഒരു സമാധാനവും ബിന്ദു ഗുണവും ഒക്കെ ലഭിക്കാവുന്ന സമയമാണ്. ഇത് പിടിവാശിയൊക്കെ കൊണ്ട് ഇല്ലാതാക്കരുത്. അപകട സാധ്യതകൾ ഉള്ള സമയമാണ്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സാഹസിക പ്രവൃത്തികളൊക്കെ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അടുത്ത തുലാക്കൂറുകാരുടെ ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയം. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് തുലാക്കൂറ്. അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾക്ക് സ്വക്ഷേത്ര ബലവാനാണെങ്കിലും സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് ശനിയുടെ 5-ലെ സഞ്ചാരം. അഷ്ടമത്തിലെ വ്യാഴാണ്. അപ്പോൾ എപ്പോഴും ഒരു ഈശ്വരാധീന കുറവ് ഉണ്ടാകും. കാര്യങ്ങൾക്ക് കാലതാമസമൊക്കെ ഉണ്ടാകും. അതുമൂലം മനോവ്യസനങ്ങൾ അനുഭവിക്കും. എങ്കിലും 6-ാം ഭാവത്തിലെ സർപ്പം കാര്യങ്ങളിൽ വിജയം ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും. 7-ാം ഭാവത്തിൽ ചൊവ്വയാണ്. കർമ്മഗുണം ഉണ്ടാകും. എങ്കിലും നേത്രസംബന്ധമായിട്ട് ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് 7-ലെ ചൊവ്വ ഇടവരുത്തും. അതുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവം ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. കർമ്മരംഗത്ത് ശോഭിക്കാൻ 7-ലെ ചൊവ്വ നൽകും, സാഹചര്യങ്ങൾ നൽകും. കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാകും. കാര്യങ്ങളിൽ കൃത്യതയും കാര്യവിജയവും പ്രവൃത്തി ഗുണവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ആരോഗ്യരംഗത്ത് ചില ഉദരരോഗങ്ങൾ, വൈറസ് സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശിരോരോഗങ്ങൾ ഒക്കെ അലട്ടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇനി വൃശ്ചികക്കൂറുകാരുടെ ഈ ഒരാഴ്ചത്തെ ഫലം. ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയത്ത് വിശാഖത്തിൻ്റെ അവസാന 1/4 ഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ്. അവർക്ക് 7-ലെ വ്യാഴം സഞ്ചരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ ഗുണമുള്ള ഒരു വർഷമാണ്. പിന്നെ വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് 7-ലെ വ്യാഴം ഗുണം ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ വിവാഹ ഗുണം ഒക്കെ ഉള്ള സമയമാണ്. പിന്നെ 4-ാം ഭാവത്തിൽ ശനിയാണ്. കണ്ടകശനിക്കാലാണ്. മാതാവിന് അത്ര അനുകൂലമാകില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ 4-ാം ഭാവത്തിലെ ശനി എപ്പോഴും മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. എപ്പോഴും അകാരണ ഭയം അലട്ടും, നിരാശ ഒക്കെ തോന്നാവുന്ന ഒരു സമയമാണ് 4-ലെ ശനി സഞ്ചരിക്കുമ്പോൾ. കുടുംബവിരഹം, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ മാറി നിൽക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 4-ലെ ശനി നൽകും. 6-ാം ഭാവത്തിൽ ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ ഒരു ധൈര്യം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവും ധാർമ്മിക ചിന്തകൾക്ക് മുൻതൂക്കം കൊടുക്കും. 5-ാം ഭാവത്തിലെ സർപ്പം സന്താനങ്ങൾ മുഖേന എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാം. അല്ലെങ്കിൽ അവരിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് തിക്ത വാക്കുകൾ ഒക്കെ കേൾക്കാനുള്ള യോഗവും കൂടി നൽകും എന്നുള്ളതിനാൽ നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി അടുത്ത ധനുക്കൂറുകാരുടെ ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയത്ത് ഈ ഒരാഴ്ചക്കാലം. ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ്. ഇവർക്ക് ഈ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ അത്യാവശ്യമുള്ള ഒരു സമയമാണ്. കാരണം ധനപരമായിട്ട് വരവൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലവും അതോടൊപ്പം വർദ്ധിക്കും. അതുകൊണ്ട് ഒരു അടുക്കും ചിട്ടയൊക്കെ സാമ്പത്തികപരമായ കാര്യത്തിൽ വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ധനുക്കൂറുകാർക്ക്. 4-ലെ സർപ്പം സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് കുടുംബസുഖം അല്ലെങ്കിൽ കുടുംബത്തിലൊരു മനസ്വസ്ഥ കുറവ് എപ്പോഴും അനുഭവിക്കും. 10-ാം ഭാവത്തിൽ ശനിയാവുമ്പോൾ കേതുവാകുമ്പോൾ ശത്രുക്കളുടെ വർധനവുണ്ടാവും.
രംഗത്ത് തടസ്സങ്ങൾ, യാത്രാ ക്ലേശങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. സ്ത്രീകളൊക്കെ ആയിട്ട് കലഹങ്ങളുണ്ടാവും, അപവാദം കേൾക്കുക ഇതൊക്കെ ഉണ്ടാവും. ധനനഷ്ടങ്ങളൊക്കെ മാനസിക സ്വസ്ഥത നശിപ്പിക്കും. ഉദര രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. ധനവരവ് ഉണ്ടാകുമെങ്കിലും അനാവശ്യമായ ചിലവുകളും ധനുക്കൂറുകാർക്ക് ഉണ്ടാകുമെന്നതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശ്രദ്ധയും അടുക്കും ചിട്ടയൊക്കെ വളരെയധികം അത്യാവശ്യമുള്ള സമയമാണ്. ഇനി അടുത്തത് മകരക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. അവർക്ക് എപ്പോഴും ആവശ്യമില്ലാത്തൊരു ഭയം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. കൃഷിക്കാർക്കൊക്കെ കൃഷിഗുണം ഉള്ള സമയമാണ്. ധനലാഭം ഒക്കെ ഉണ്ടാകും. 6ാം ഭാവത്തിൽ ശുക്രനാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സ്ത്രീകളൊക്കെ ആയിട്ട് കലഹങ്ങൾ, അവർ മൂലം അപഖ്യാതികൾ, അകന്നു നിൽക്കുക ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമായതിനാൽ ശ്രദ്ധിക്കുക. 9ാം ഭാവത്തിൽ കേതു ഉള്ളതിനാൽ ഒരു ഭാഗ്യക്കുറവ് എപ്പോഴും ഉണ്ടാവും. ധനപരമായ കാര്യത്തിലൊക്കെ ഒരു ഭാഗ്യക്കുറവുണ്ടാകാവുന്ന ഒരു യോഗമുള്ള സമയമാണ്. അനാരോഗ്യങ്ങൾ അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പിന്നെ യാത്രകളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച സമയം നടക്കില്ല. തടസ്സങ്ങൾ ഒക്കെ മാറ്റി വയ്ക്കേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 9ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. ഇനി അടുത്തത് കുംഭക്കൂറുകാരുടെ ജൂലൈ 2 മുതൽ 9 വരെയുള്ള സമയത്തെ കാര്യങ്ങൾ. അവിട്ട് അവസാന പകുതി, ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. അവർക്ക് സ്വജന അരിഷ്ടതകൾ ഉണ്ടാകും. സഞ്ചാരക്ലേശങ്ങൾ ഉണ്ടാകും. ശത്രു ശല്യം ഉണ്ടാകും. എങ്കിലും സ്ഥാനലാഭങ്ങളും ഉണ്ടാകും. ഇവരും ഈ അഗ്നി ഭയം, അതായത് വിഷസംബന്ധമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, അഗ്നിസംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാവുന്ന സമയത്തിൽ ശ്രദ്ധിക്കുക. കർമ്മ മേഖലയിൽ ഇവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും. എങ്കിലും അത് നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. കർമ്മ മേഖലകളിൽ ചുറ്റുപാടുകളുള്ളവർ തന്നെ വഞ്ചിക്കാം, അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്താം, അല്ലെങ്കിൽ ധനപരമായിട്ട് വഞ്ചിക്കാം, അവർ പറഞ്ഞിരിക്കുന്ന വാക്ക് മാറ്റി പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർമ്മ മേഖലയിൽ ഉണ്ടാവും. ഇതിലൊന്നും ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ എടുത്തു ചാടി പ്രതികരിക്കാതെ ഇരിക്കുക. കാരണം 4ാം ഭാവത്തിൽ വ്യാഴമാണ്. 4ാം ഭാവത്തിലെ വ്യാഴമൊന്നും അത്ര അനുകൂലം നൽകില്ല. എങ്കിലും അവർക്ക് കഴിഞ്ഞ 3ലെ വ്യാഴത്തിനേക്കാളും കുറച്ച് ഗുണം ചെയ്യുമെങ്കിലും എടുത്തു ചാടി പ്രതികരിക്കാതിരിക്കുക ഒന്നിലും. പിന്നെ 4ാം ഭാവത്തിലെ വ്യാഴം മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾ നൽകിക്കൊണ്ടിരിക്കും. ലഗ്നത്തിൽ ശനിയാണ്. അപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. മാനസിക തൃപ്തിക്കുറവ് എപ്പോഴും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. എങ്കിലും 3ാം ഭാവത്തിലെ കുജൻ അല്ലെങ്കിൽ ചൊവ്വ മനോധൈര്യം ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും കുംഭക്കൂറുകാർക്ക്. ധനവരവിനും കുറവുണ്ടാവില്ല. ഇനി അടുത്തത് മീനക്കൂറുകാരുടെ കാര്യമാണ്. പൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. ലഗ്നത്തിൽ രാഹുവാണ്, 7 കേതുവാണ്. പിന്നെ 12ാം ഭാവത്തിൽ ശനിയാണ്, 3ാം ഭാവത്തിൽ വ്യാഴാണ്. ഒരു തരത്തിലും മീനക്കൂറുകാർക്ക് അനുകൂലമായ സമയമൊന്നുമല്ല. ഇവർക്കും വിഷം മൂലമോ അല്ലെങ്കിൽ അഗ്നിസംബന്ധമായ അപകടങ്ങളോ ഒക്കെയുള്ള അപകടങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ശാരീരിക അരിഷ്ടതകൾ വർദ്ധിക്കും. പിന്നെ എപ്പോഴും ഒരു ദേഷ്യം വരിക അല്ലെങ്കിൽ ദേഷ്യം വർദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഉള്ളിലൊരു അകാരണമായ ഭയം അതൊക്കെ ഉണ്ടാവും. എങ്കിലും വാക്കിൽ ധൈര്യം അല്ലെങ്കിൽ കുറച്ച് വാശി ഇതൊക്കെ കൂടുന്ന വാശിയും ധൈര്യമൊക്കെ വാക്കിലുണ്ടാവും. സ്ഥാനഭ്രംശങ്ങൾ സംഭവിക്കാം. സ്ത്രീകൾ മൂലം വിരോധം, അപഖ്യാതി ഇതൊക്കെ കേൾക്കാവുന്ന സമയം. മറ്റുള്ളവരെ അപവാദം പറഞ്ഞ് പരുത്തുക, ശത്രുക്കൾ കൂടുക, ഇതൊക്കെ ഉള്ള സമയമാണ് മീനക്കൂറുകാർക്ക്. എങ്കിലും ഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പുതിയ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാം, അല്ലെങ്കിൽ വീടുമായിട്ടുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടക്കാം. എങ്കിലും കുടുംബജീവിതത്തിലൊരു സമാധാനക്കുറവ്, കുടുംബ കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാം. പങ്കാളിയുമായിട്ട് വിരഹം സംഭവിക്കാം. ലഗ്നരാഹുവും 7ാം ഭാവത്തിലെ കേതുവിൻ്റെ ദൃഷ്ടിയും പിന്നെ 12ാം ഭാവത്തിലെ ശനി എപ്പോഴും വിഫലമായ പ്രയത്നങ്ങൾ നൽകുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. 3ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ഭൗതിക സുഖങ്ങൾ കുറയ്ക്കും. ഇതൊക്കെയുള്ള കാര്യങ്ങൾ മീനക്കൂറുകാർക്ക് എന്നുള്ളതിനാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതെ മാറി നിൽക്കുക.
അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തി സംബന്ധമായ ഫലമല്ല. ജൂലൈ 2 മുതൽ 9 വരെയുള്ള ചാരവശാലുള്ള ഫലമാണ്. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ്. അതറിഞ്ഞ് കേൾക്കുക. വ്യക്തി സംബന്ധമായ ഫലമല്ല എന്നറിഞ്ഞ് എല്ലാ പോസ്റ്റിലും എടുത്തെടുത്ത് ഞാൻ പറയാറുണ്ട്, അതും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.